ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പം ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആരാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത് എന്നുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള ഫ്രണ്ട്സ് നിങ്ങളുടെ ഒപ്പം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ. ഓക്കെ, വില്യം ഷേക്സ്പിയർ പറയുന്നത് നിങ്ങളെ അറിയുന്ന, നിങ്ങളുടെ മാറ്റം ഉൾക്കൊള്ളുന്ന, നിങ്ങളെ വളരാൻ അനുവദിക്കുന്ന ഒരാളാണ് യഥാർത്ഥ സുഹൃത്തെന്നാണ്. അതായത് അവർ നിങ്ങൾ വളരുന്നതനുസരിച്ച് അവർക്ക് എന്താ പറയണ്ടേ, അവരോട് നമ്മളോട് കുശുമ്പോ കുന്നായ്മയോ അസൂയയോ ഒന്നും ഉണ്ടാവത്തില്ല. നമ്മൾ വളരുന്നതിൽ അവർ വളരെയധികം സന്തോഷിക്കും. അങ്ങനെയുള്ളവരായിരിക്കും യഥാർത്ഥ സുഹൃത്ത്. അതേസമയം നെഗറ്റീവായിട്ട്, അതായത് ഫേക്കായിട്ടുള്ള സുഹൃത്തുക്കളാണെങ്കിലോ നമ്മുടെ വളർച്ചയിലൊന്നും അവർ കണ്ടമട്ട് നടിക്കത്തില്ല. ഇതൊക്കെ എന്നെക്കൊണ്ട് സാധിക്കും, ഇതൊക്കെ ഈസിയല്ലേ ഒരു എന്താ പറയണ്ടേ, ഒരു നിസ്സംഗ ഭാവമായിരിക്കും അവർക്ക്. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ പ്രസൻസിൽ നിങ്ങളെ കളിയാക്കാൻ അവർ മുൻപന്തിയിലുണ്ടാവും. എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ബലഹീനതകൾ, നിങ്ങളുടെ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവർ കളിയാക്കി ചിരിക്കും. അതേസമയം ഒരു യഥാർത്ഥ സുഹൃത്താണെങ്കിൽ അങ്ങനെ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ കളിയാക്കാൻ വിട്ടുകൊടുക്കുകയല്ല. അവർ ശരിക്കും അതിനെ എന്താ പറയണ്ടേ, നിങ്ങളെ അവർ പ്രൊട്ടക്റ്റാണ് ചെയ്യുന്നത്. ഒരു യഥാർത്ഥ സുഹൃത്താണെങ്കിൽ അവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഒരു കാര്യത്തിലും മറ്റുള്ളവർക്ക് ഒരു കളിയാക്കാനുള്ള, അവർ വേണേൽ കളിയാക്കുമായിരിക്കും, ഒറ്റയ്ക്കുള്ളപ്പോൾ അവർ കളിയാക്കും. അതല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മളെ കളിയാക്കാനുള്ളൊരു സാഹചര്യം അവർ ഒരുക്കുകയില്ല. പിന്നെ ഒരു ടോക്സിക് ആയിട്ടുള്ള പീപ്പിൾസിനെ, അതായത് ഫ്രണ്ട്സിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭയങ്കര എന്താ പറയണ്ടേ, എല്ലാത്തിനും നമ്മളെ ഒരുപാട് നിയന്ത്രിക്കും അവർ. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അവരോട് മിണ്ടാൻ പാടില്ല, ഇവരോട് മിണ്ടാൻ പാടില്ല, അവരോട് മാത്രം മിണ്ടണം. അല്ലാതെ വേറൊരു ഫ്രണ്ട്സിനോടൊക്കെ മിണ്ടുമ്പോൾ അവർക്കതൊരു എന്താ പറയണ്ടേ, നമുക്ക് അത് ഉൾക്കൊള്ളുകയല്ല അവർ. മനസ്സിലാവുന്നുണ്ടോ? അവരോട് മാത്രമേ നമ്മൾ സംസാരിക്കുള്ളൂ, വേറെ ആരെയും നമ്മൾ നോക്കാൻ പാടില്ല. അങ്ങനെയായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെയുള്ള ഫ്രണ്ട് സർക്കിളിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ എന്താ പറയണ്ടേ, അവർ നെഗറ്റീവായിട്ടുള്ള ആളുകളായിരിക്കും കേട്ടോ. അതായത് നിങ്ങളുടെ ഉയർച്ചയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയണ്ടേ, നിങ്ങളുടെ വരുന്ന മാറ്റങ്ങളൊന്നും അവർ ഉൾക്കൊള്ളാൻ അവർ തയ്യാറാവില്ല. നിങ്ങളുടെ പ്രസൻസ് ഇല്ലാത്ത സമയത്ത് നിങ്ങളെപ്പറ്റി കുറ്റം പറയാനും അവർ സമയം കണ്ടെത്തും. അങ്ങനെയുള്ള ഫ്രണ്ട്സ് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ സർക്കിളിലുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഒഴിവാക്കണം. പിന്നെ വേറൊരു അവരുടെ ഒരു സ്വഭാവം എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യത്തിനും നമ്മളെ എന്താ പറയണ്ടേ, വളരാൻ അനുവദിക്കുകയില്ല. ഇപ്പം അവർ ഒന്നും ചെയ്യുകയില്ല, അതേപോലെ തന്നെ നമ്മളെയും അതേപോലെ ഇരുത്തി കളയാൻ നോക്കും. മനസ്സിലാവുന്നുണ്ടോ? ഒരു കാര്യത്തിലും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ എന്തെങ്കിലും നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനോ അങ്ങനെ നമ്മുടെ എന്തെങ്കിലും ഡ്രീമോ കാര്യങ്ങളോ ഒക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ നമ്മളെ നിരുത്സാഹപ്പെടുത്തും. അതേസമയം യഥാർത്ഥ ഒരു സുഹൃത്താണെങ്കിൽ അവരും വളരും, അവരോടൊപ്പം നമ്മളെ വളർത്താൻ അവർ നോക്കും. അങ്ങനെ ഇരിക്കാൻ പാടില്ല, ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും, നീ ചെയ്യണം എന്നും പറഞ്ഞ് നമ്മളെ അവരുടെ ഒപ്പം തന്നെ നമ്മളെ വളർത്താൻ നോക്കും. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ കേട്ടോ. പിന്നെ വേറെ കുറേ ഉണ്ട്, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ലിസ്റ്റ് എടുക്കാനുണ്ട്. രണ്ടാമത്, വിശ്വസിച്ച് തുറന്ന് പറഞ്ഞ കാര്യങ്ങൾ, എന്തെങ്കിലും നമ്മൾ ഭയങ്കര ഇതായിട്ട് ഡീപ്പായിട്ട് നമ്മുടെ ആ ഒരു ഇമോഷൻസ്, നമ്മുടെ ആ ഒരു സങ്കടമൊക്കെ പെട്ടിരിക്കുമ്പോൾ നമ്മൾ ആരോടെങ്കിലും തുറന്ന് പറയും അല്ലേ. നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് പറയും. അത് വീഴാതെ കെട്ടാതെ ഇനി ഒരാളുടെ ചെവിയിൽ എത്തിക്കുന്നവർ യഥാർത്ഥ സുഹൃത്തല്ല കേട്ടോ. അതും നിന്നെപ്പറ്റി അവരങ്ങനെ പറഞ്ഞു, നിന്നെപ്പറ്റി അവർ ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് വരുന്നവരും ഉണ്ട്. അവരെ നമ്മൾ സൂക്ഷിക്കണം. കാരണം അവരും യഥാർത്ഥ സുഹൃത്തുക്കളിൽ. കാര്യം അവർക്കറിയാം നമ്മളെപ്പറ്റി അങ്ങനെ പറയുമ്പോൾ നമ്മൾ ശരിക്കും വേദനിക്കുമെന്ന് അവർക്കറിയാം. അവർ ഒരു ഗൂഢലക്ഷ്യത്തോടെയാണ് വന്നത് നമ്മളോട് പറയുന്നത്. പക്ഷെ അവർ വിശ്വസിക്കും, ശരിയാണ്, അവർ നമ്മളുടെ നല്ലതിനാണ് പറയുന്നത്. പക്ഷെ യഥാർത്ഥ സുഹൃത്തുക്കളാണെങ്കിൽ അത് മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ അവർ അറിയിക്കില്ല. കാരണം നമ്മുടെ വീക്ക്നെസ് നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടപ്പെടും, നമുക്ക് സങ്കടം ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ പറയാൻ നിൽക്കുകയല്ല. അവരുടെ ഉള്ളിൽ തന്നെ ഒതുക്കും കേട്ടോ. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. പറയും, അത് മുഖത്ത് നോക്കി പറയും. അത് നിങ്ങൾക്ക് ഫീലിംഗ് ആവുമോ ഇതാണെന്നൊന്നും അവർ വിചാരിക്കും. കാരണം അവർ വിചാരിക്കും നമ്മൾ കുറച്ചും കൂടെ എന്താ പറയണ്ടേ, കുറച്ചും കൂടെ പെർഫെക്ഷൻ ആ ഒരു കാര്യത്തിൽ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ അവർ വിമർശിക്കും നമ്മളെ. അത് ശരിക്കും പറഞ്ഞാൽ അത് എന്താ പറയണ്ടേ, ഒരു നല്ലൊരു സംഭവമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയുന്ന സുഹൃത്തുക്കളുണ്ട്. അവർ
ജെനുവിൻ ആയിരിക്കും. അതല്ല ചിലരുണ്ട് എന്ത് തെറ്റ് കുറ്റങ്ങൾ കണ്ടാലും ഒന്നും പറയില്ല, എല്ലാം മൂടി വെക്കും. അയ്യോ അത് നല്ല നമ്മൾ ഒരുപക്ഷെ നമ്മൾ പന്നക്കാര്യം എന്തെങ്കിലും എന്ത് കാര്യം ചെയ്താലും അതിൽ അവർ അതൊന്നും സാരമില്ല അങ്ങനെയൊന്നും കുഴപ്പമില്ല എന്ന് പറയും. ശരിക്കും ജെനുവിൻ ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ അത് നീ ചെയ്തത് തെറ്റാണ് എന്ന് നമ്മുടെ മുഖത്ത് നോക്കി അവർ പറയും. അവർ നമ്മൾ പിണങ്ങുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഇതാക്കുന്നൊന്നും അവർ ബാധിക്കില്ല. മനുഷ്യ അവർ നമ്മളുടെ നല്ലത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ തുറന്നു പറയും, അതിനെ വിമർശിക്കും. അത് ഒരു ആരോഗ്യപരമായി നല്ലൊരു കാര്യമാണ്. ആ ഒരു വിമർശനം എന്ന് പറയുന്നത് നല്ലതാണ്. നമുക്കപ്പം നമ്മുടെ ആ ഒരു ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നിന്നിൽ ഇന്ന കുറവുണ്ട് കേട്ടോ, അത് നീ ഒന്ന് ശരിയാക്കണം കേട്ടോ, അത് ഇന്ന മിസ്റ്റേക്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ, അതപ്പോൾ അതൊന്ന് നോക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നവർ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ സുഹൃത്തുക്കൾ. അതേസമയം നമ്മൾ തന്നെ അന്തിച്ചു പോകും, ഷേടാ ഇതൊന്നും നമ്മളെ ഇല്ലാത്ത ഗുണങ്ങൾ നമ്മൾ ഒരുപാട് പുകഴ്ത്തി പറയുന്നവരുണ്ട്. ചില ഫ്രണ്ട്സ് ഉണ്ട് ഒരുപാട് പുകഴ്ത്തി പറയും. നമ്മൾ തന്നെ വിചാരിക്കുക ഇങ്ങനത്തെ ഗുണങ്ങളൊന്നും നമ്മളിൽ ഇല്ലല്ലോ, എന്നിട്ട് പിന്നെ എന്താ ഇവർക്ക് മാത്രമേ നമ്മളൊന്നും കാണത്തില്ല. പക്ഷേ ഇവരിങ്ങനെ ചുമ്മാ നമ്മളെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഫേക്ക് ഫ്രണ്ട്സ് ആണ് കേട്ടോ. നമ്മളെ ഒരുപാട് പുകഴ്ത്തുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോണം, അത് ശരിക്കും പറഞ്ഞാൽ അവർ ഫേക്ക് ആയിരിക്കും. കാരണം റിയൽ ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ അവർ നിങ്ങളുടേത് നല്ലത് മാത്രം പറയും, നേരെ പോകുന്നതായിരിക്കും. നിങ്ങൾ ചെയ്ത എല്ലാ കാര്യത്തിനും നിങ്ങളുടെ കൂടെ നിൽക്കത്തില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ഇഷ്ടപ്പെടാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് അപ്പം തന്നെ തുറന്ന് പറയും കേട്ടോ. അങ്ങനെയുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഫ്രണ്ട്സൊക്കെ ഒരുപാട് ഫ്രണ്ട്സൊന്നും വേണ്ട. ഞാൻ പറയുകയാണെങ്കിൽ 1 2 ഒരു 3 4 ഫ്രണ്ട്സ് മതി. ശരിക്കും ജെനുവിൻ ആയിട്ടുള്ള ഫ്രണ്ട്സ് അത്രയും മതി. അല്ലാതെ നമ്മൾ ഈ ഒരുപാട് ഫ്രണ്ട്സ് സർക്കിളിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ട് നമ്മൾ അവിടെ വലിയ രാജാവായി ഒരു വലിയ ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സണായി ചിലരില്ലേ, കുറേ പേരിങ്ങനെ ചുറ്റും കാണും, ഇവരാണ് വലിയ ആളെന്നും. പക്ഷെ അങ്ങനെയൊക്കെയുള്ള അവർ എപ്പോൾ അവർക്കിട്ട് പണി കൊടുക്കുന്നത് ദൈവം തമ്പുരാന് പോലും അറിയത്തില്ല. അങ്ങനെയുള്ള പിന്നെ വേറൊരു കാര്യം, ആപത്ത് ഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കാൻ അവർ ഏത് പാതിരായ്ക്കും അവർ സന്നദ്ധരായിരിക്കും. എന്ത് കാര്യത്തിനും അവർ ഒരു പെട്ടെന്നൊരു ആവശ്യം വരുമ്പം ഒരു സഹായത്തിനായിട്ട് വിളിച്ചാൽ ഓടി വരുന്നവരായിരിക്കും യഥാർത്ഥ സുഹൃത്ത് കേട്ടോ. അപ്പം അതല്ലാതെ നമ്മളിങ്ങനെ ഫ്രണ്ട്സ് ആയിരിക്കും, ഒരു പെട്ടെന്നൊരു ആവശ്യം വരും അല്ലെങ്കിൽ എന്തെങ്കിലും വരും, അപ്പോൾ അവർ കഴിവ് പറഞ്ഞ് നൈസായിട്ട് ഒഴിവാകുന്നുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ല. യഥാർത്ഥ ഫ്രണ്ട്സ് ആണെങ്കിൽ അവർ ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും നമ്മുടെ അടുത്ത് ഓടിയെത്തും, നമ്മുടെ കാര്യങ്ങളൊക്കെ അവർ നടത്തിത്തരും. അതിനൊക്കെ അവർ മുൻപന്തിയിലുണ്ടാവും. അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അവരെ ആരെയും വിട്ടുകളയരുത് കേട്ടോ. അപ്പം അങ്ങനെയുള്ള കൂട്ടുകാരെയൊക്കെ നിങ്ങൾ തിരഞ്ഞു പിടിക്കുക, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ നോക്കുക. നിങ്ങൾക്ക് അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ മാത്രം അവരെ ഒരിക്കലും വിട്ടുകളയരുത്, അല്ലാത്തവരെ പൊക്കോട്ടെ, കുഴപ്പമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ വേറൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.